കൂടുതൽ സുന്ദരമുള്ള വയനാട്ടിലേക്ക്, കൂടുതൽ സുന്ദരിയായ വയനാട്ടിലേക്ക്, കൂടുതൽ സുരക്ഷിതമായ വയനാട്ടിലേക്ക് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെയും ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരം ആഗ്രഹിക്കുന്ന, യാത്ര ആഗ്രഹിക്കുന്ന മനുഷ്യരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വയനാടിന് ഒരു പുതുജീവിതം നൽകാൻ, വയനാടിന്റെ ഉയിരിനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് നിർത്താൻ, ദുരന്തമുഖത്ത് നിന്നൊരു ഒരു സമൂഹത്തെ നമ്മൾ ചേർത്ത് പിടിച്ച് അവർക്കൊരു പുതിയ ഉയർപ്പ് നൽകാൻ റിപ്പോർട്ടർ ടിവിയുടെ ഇനിഷ്യേറ്റീവും ഒപ്പം കേരള സർക്കാരും കേരളത്തിലെ പൊതുസമൂഹവും വയനാട്ടിലെ ടൂറിസം പ്രൊമോട്ടർമാരും വയനാട്ടിലെ ഓരോ സാധാരണക്കാരനും ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ ജീവിതത്തിലേക്ക്, ആ സമാധാനപരമായ നാളുകളിലേക്ക്, അവരുടെ ജീവന്റെ തുടിപ്പിലേക്ക് നമ്മൾ ഈ റീബിൽഡ് ക്യാമ്പയിൻ സമർപ്പിക്കുകയാണ്. ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ MLA മാരെ ക്ഷണിക്കുന്നു. നമ്മളുടെ ഒപ്പം ജില്ലാ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ഉണ്ട്, അല്ലേ? പേര് ജോജിൻ ഡി ജോയ്. ഈ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്ത പശ്ചാത്തലം മനസ്സിലാവുമല്ലോ. ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടോ വയനാട്ടിൽ? വയനാട് സ്വദേശിയാണ്, ഇവിടുത്തെ ആള് തന്നെയാണ്, കൽപ്പറ്റയാണ് സ്വദേശം. ആ ദുരന്തമുഖത്ത് ഏറ്റവും ആദ്യം എത്തിപ്പെട്ടത് വ്യവസായ മേപ്പാടി എന്നുള്ള ആംബുലൻസുകളുടെ പ്രവർത്തകരുമാണ്, രക്ഷാപ്രവർത്തകർ. അന്നു മുതൽ ഇന്നോടെ നമ്മൾ ഈ രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ടുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രക്ഷാപ്രവർത്തനം ആളുകളെല്ലാം ഒഴിഞ്ഞു പോകുമ്പോൾ ശൂന്യമാകുന്ന ഒരു നാടായി വയനാട് മാറുന്നുണ്ട്. കാരണം ലോകത്തിന് മുമ്പിൽ വയനാട് മുഴുവൻ എന്തോ ഒരു ദുരിതബാധിത പ്രദേശമാണ് എന്നുള്ള പ്രതിച്ഛായ വന്നുപോയി. അത് തിരിച്ചു പിടിക്കുന്നതിൽ റിപ്പോർട്ടർ TV അടക്കമുള്ള ഇങ്ങനെയുള്ള കുറച്ച് മനുഷ്യ സ്നേഹികൾ എടുക്കുന്ന എഫേർട്ട് വലുതാണ്. അതാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ള വലിയ സന്തോഷം. നമുക്ക് ഫ്ലാഗ് ഓഫ് ചെയ്താലോ? റെഡിയല്ലേ? നമ്മുടെ സിദ്ദീഖ് MLA ഇവിടെ ഉണ്ടോ? സിദ്ദീഖ് MLA ഉണ്ടെങ്കിൽ നമുക്ക് MLA, നമ്മുടെ വാർത്താ സംഘത്തിൽപ്പെട്ടവരെല്ലാവരും ഉണ്ട്, എല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കും, അല്ലേ? നമ്മുടെ ഫ്ലാഗ് ഓഫിനെല്ലാം തയ്യാറായി കഴിഞ്ഞു. പ്രേക്ഷകർക്ക് കാണാം, നമ്മുടെ പിന്നിൽ ഒരു വലിയ നിര ഇങ്ങനെ അണിനിരക്കുന്നുണ്ട്. 10-15 ബൈക്ക് റൈഡേഴ്സ് നമുക്കൊപ്പം ഉണ്ട്, ഓഫ് റോഡ് പോകുന്ന വാഹനത്തിലുള്ള യാത്രക്കാരുണ്ട്, അവരുടെ ഡ്രൈവേഴ്സ് ഉണ്ട്, ഒപ്പം ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി മനുഷ്യരുണ്ട്. അപ്പൊ നമ്മൾ ഫ്ലാഗ് ഓഫിന് തയ്യാറാണ്, അല്ലേ? റെഡിയാണ്. അപ്പൊ അങ്ങനെ ഫ്ലാഗ് ഓഫിന് അതൊരു ചോദ്യമാണ്. ഫ്ലാഗ് എത്തിക്കഴിഞ്ഞു. അങ്ങനെ ആ ഫ്ലാഗ് പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കുണ്ട്, വിജേഷ് നമുക്കൊപ്പമുണ്ട്, MLA ശ്രീ PV അൻവർ MLA ഉണ്ട്, ഞങ്ങളുടെ മാനേജിംഗ് എഡിറ്റർ ആന്റോ ഗസ്റ്റിനുണ്ട്, വൈസ് ചെയർമാനുണ്ട്, ഉണ്ണി ബാലകൃഷ്ണനുണ്ട്, വ്യാപാരി വ്യവസായ സമിതിയുടെ പ്രതിനിധിയുണ്ട്, ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രതിനിധിയുണ്ട്, വിവിധ ടൂറിസം മേഖലകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ടൂറിസം പ്രൊമോട്ടർമാരും അതിഥികളും നമുക്കൊപ്പമുണ്ട്. നമ്മൾ ആരംഭിക്കുകയാണ്. വയനാടിന് പുതുജീവൻ നൽകി മനോഹരമായ ഈ കാഴ്ചയിൽ ചെറിയ ചാറ്റൽ മഴ, ആ ചാറ്റൽ മഴ അവസാനിക്കുമ്പോഴുള്ള മൂടൽമഞ്ഞ്, ആ മൂടൽമഞ്ഞ് ഹൃദയത്തിൽ തൊട്ട് പ്രേക്ഷകർക്ക് ആ ക്യാമറയുടെ കാഴ്ചകളിലൂടെ കാണുന്ന ഈ മനോഹര ദൃശ്യത്തിൽ നിന്നുകൊണ്ട്, ലക്കിടിയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണോ വയനാടിനെ നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത് അതേ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നു. കാർഷിക മേഖലയ്ക്കൊപ്പം ടൂറിസവും വയനാടിന്റെ ജീവനാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരിക്കൽ കൂടി പറയട്ടെ, വയനാട് സുരക്ഷിതമാണ്, സുന്ദരമാണ് എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ദുരന്തമുഖത്ത് വിറങ്ങലിച്ചു നിൽക്കുന്ന ജനതയെ ജീവിതത്തിലേക്ക് സാവധാനം നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോകുന്നു. ഫ്ലാഗ് ഓഫ് ചെയ്തത് ആരുവരെയും അപ്പൊ അൻവറിക്കയാണ് ഈ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോകുന്നത്. യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് വാഹനങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകരെ കാണിക്കാം. ആദ്യത്തെ ഒന്നേ ആദ്യത്തെ
മൊത്തം